നായകന്മാരുടെ സംഭാഷണങ്ങൾ പ്രേക്ഷകർ ഒത്തുവെക്കുന്നതും ചില അവസരങ്ങളിൽ എടുത്തു പ്രയോഗിക്കുന്നതുമൊക്കെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. എന്നാൽ വില്ലൻ വേഷങ്ങൾ ചെയ്ത ഒരു നടനെ നെഞ്ചേറ്റുന്നതുവരെ, അതിലുപരി ഒരു നായക നടനോളം തന്നെ സംഭാഷണങ്ങൾ ആഘോഷമാക്കുന്നതുമൊക്കെ അപൂർവതയാണ്. അത്തരമൊരു അപൂർവതയ്ക്ക് ഉടമയാണ് മോഹൻരാജ് എന്ന നടൻ. മോഹൻരാജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ മലയാളികൾക്ക് ഏറെ മനസ്സിലാകുന്നത്. ആ പ്രമുഖ നടന്റെ വിയോഗമാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകം എല്ലാവരും അറിയുന്നത്. കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച് മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് മോഹൻരാജ്. കിരീടം സിനിമയിലെ അതികായകനായ വില്ലൻ വേഷം ചെയ്താണ് അദ്ദേഹം ശ്രദ്ധേയനായിരുന്നത്. സിനിമ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കറാണ് നടന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. കിരീടം സിനിമയ്ക്ക് ശേഷം എന്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പുകിലക്കണ ചങ്ങാതി, രജപുത്രൻ, സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എന്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി. ഇന്നലെ 3 മണിയോടെ കഠിനംകുളത്തുള്ള വീട്ടിലാണ് അന്ത്യം സംഭവിച്ചത് എന്നറിയുന്നു. ഇന്നാണ് സംസ്കാരം എന്നാണ് മോഹൻരാജിന്റെ വേർപാട് അറിയിച്ചുകൊണ്ട് ദിനേശ് പണിക്കർ കുറിച്ചത്. വർഷങ്ങളായി അടുത്ത സൗഹൃദം മോഹൻരാജും ദിനേശ് പണിക്കറും തമ്മിലുണ്ട്. പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കീരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുന്നത്. പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിന്റെ പേരെന്നത് പോലും അറിയില്ലായിരുന്നു. കുറച്ചു കാലമായി രോഗബാധിതനായ ചികിത്സയിലായിരുന്നു അദ്ദേഹം. പാർക്കിൻസൺസ് രോഗബാധയാണ് സിനിമയിൽ നിറഞ്ഞു നിന്ന് അദ്ദേഹത്തെ പിടികൂടിയത്. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുൻപാണ് തിരുവനന്തപുരത്ത് എത്തിയത്. 1988 പുറത്തിറങ്ങിയ 3-ാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി. അർത്ഥം, വ്യൂഹം, രാജവാഴ്ച, മറുപുറം, പുറപ്പാട്, കാസർഗോഡ് കാദർഭായ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, 6-ാം തമ്പുരാൻ, വാഴുന്നൂർ, പത്രം, നരസിംഹം, നരൻ, മായാവി തുടങ്ങിയ 35ഓളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായി. 2008 ശേഷം 2 മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത്. 2015 ചിറകൊടിഞ്ഞ കിനാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് 2022 മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു. റോഷാക്കിൽ ഗ്രേസ് ആന്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു. 9 തമിഴ് ചിത്രങ്ങളുടെ 31 തെലുങ്ക് ചിത്രങ്ങളുടെ ഭാഗമായി. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടം റിലീസ് ചെയ്യുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ഭാര്യ ഉഷ, മക്കൾ ജയ്ഷമ, കാവ്യ എന്നിവരാണ്.